അത് സാരല്ല, ഞാൻ പോയിക്കോളാം. നീ ചെല്ലേ. അതാ നീ ചെല്ലേ. ഇത് ഞാനിപ്പോ എവിടെ പോയതപ്പ? ഇരിക്കുന്നു പൊക്കത്തോ. അല്ല, ഞാൻ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. ചിലപ്പോ ടാലി ചെയ്യുമ്പോ തെറ്റായി പോയ പണിയാണല്ലോ. ഞാൻ വിളിക്കാം. ഈ ഡോർ ആരെ തുറന്നിട്ടത്? ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സൂക്ഷിച്ചൊക്കെ നിക്കട്ടെ ജാനി. താഴെ വീണ പണിയല്ലായിരുന്നോ? ഇപ്പൊ എന്തിനാ നീ ഇപ്പൊ ഈ സ്റ്റോർ റൂമിലോട്ട് വന്നത്? ഈ ടോയ് എടുക്കാനായിരുന്നു സാർ. സാറിന് അറിയത്തില്ല ഇവിടെ ക്യാൻസർ ആയിട്ട് വന്നിരിക്കുന്ന 2 വയസ്സുള്ള കുട്ടി. അപ്പൊ ആ കുട്ടീന്റെ ആയിരുന്നു. സോ എടുത്തു കൊടുത്തില്ലെങ്കിൽ മരുന്ന് അയക്കില്ല എന്ന് പറഞ്ഞു. അതാ ഞാൻ എടുക്കാൻ വേണ്ടി വന്ന. സോറി, ഞാൻ അറിയാതെ വീണു പോയതായിരുന്നു. സാറിനും അത് കുഴപ്പമില്ല. റിയലി സോറി. നോക്കിയൊക്കെ നടക്കണ്ടേ? എന്നാലും ഈ ടോയ് കൊണ്ടേ കൊടുക്ക്. എനിക്കറിയാം, ചിന്നുമോളല്ലേ? സാർ, ചിന്നുമോള് തന്നെയാ. ഞാൻ എന്നാ പോയിട്ട് ഇത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ കുട്ടി മരുന്ന് അയക്കത്തില്ല. ശരി എന്നാ. അച്ഛാ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. നാളെ വരാം. മക്കളെ, നിങ്ങൾ പോയിട്ട് വാ. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ പോയിക്കോളൂ. ഞാൻ അങ്കിളുടെ കാര്യമൊക്കെ നോക്കിക്കോളാം. എന്നാലും എനിക്ക് എന്തായാലും അമ്മയെ നോക്കണം. സോ അങ്കിളിനെ നോക്കാമേ. ഞാൻ പോയിട്ട് സമാധാനത്തിന് വാ. നാളെ വന്നാ മതി. ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. അല്ല, അത്താടെ പേരെന്താ? വൈക. ശരി വൈകേച്ചി, എന്നാ ഞങ്ങള് പോട്ടെ. നാളെ വരാട്ടോ. അച്ഛനെ നോക്കിക്കോളണേ. നോക്കിക്കോളാവേ. ഇതാണോ ചേച്ചി വീട്? ലൊക്കേഷൻ ഏതാ മാളു? നമുക്ക് എന്തായാലും ബെല്ലടിച്ച് നോക്കാം. ബെല്ലടിക്കണ്ട, ഞാൻ ഇവിടെയുണ്ട്. നീ എന്താ പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണോ? അങ്ങനെ പറഞ്ഞ് നിന്നെ സന്തോഷിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അല്ലാട്ടോ, ഞാനൊന്ന് പാല് വാങ്ങാൻ വേണ്ടി പോയതാ. അകത്തേക്ക് വാ, എല്ലാരും നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. വെയിറ്റ്, മാളു നല്ലേ പേര്? ചേച്ചിക്ക് എങ്ങനെ അറിയാം? മോൾക്കുള്ള സർപ്രൈസ് അകത്തിരിപ്പുണ്ട്. സർപ്രൈസോ? എന്താ ചേച്ചി? അതിനല്ലേ സർപ്രൈസ് എന്ന് പറയണേ. നിങ്ങൾ അകത്തേക്ക് വാ. ഗൈസ്, ദേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വാസ് മൈ സർപ്രൈസ്. ചേച്ചിക്ക് ഇത് നേരത്തെ എന്നോട് പറയായിരുന്നു. ഷി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. ഹായ് ചേച്ചി, ചേച്ചിനെ കുറിച്ച് എല്ലാ നേരവും പറയാറുണ്ടായിരുന്നു മാളു എന്നോട്. ആൻഡ് ഇവളുടെ റോൾ മോഡൽ ചേച്ചിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ടു സീ യു. ശരി, അപ്പൊ നീ പോയൊന്ന് ഫ്രഷ് ആക്. മോളും വാ. പിന്നെ ഇവിടെ ഇനിയും കുറച്ച് പേരൊക്കെ ഉണ്ട്. 2 ആൾക്കാർ സ്കൂളിൽ പോയിരിക്കുക, 2 ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. സോ നമുക്ക് അവർ വരുന്ന വഴിക്ക് പരിചയപ്പെടാം. ഓക്കെ, നീ ഇപ്പൊ പോയി ഫ്രഷ് ആവും. നീ ഒന്ന് ശ്വാസം വിടുത്തുറുക. ഇവിടെ ആരും നിന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല, കേട്ടല്ലോ? പോയി ഫ്രഷ് ആക്ക്. ഇവിടെ എല്ലാവരും ഞാൻ നിന്നോട് പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അത് നിനക്ക് മനസ്സിലാവും. പിന്നെ അല്ലാതെ എപ്പോഴേ എത്തിയതാ. ദേ, ഇതാണ് ഞാൻ എപ്പോഴും പറയാനുള്ള ശ്രീദുർഗ. ഇത് ഇവളുടെ അനിയത്തി മാളവിക. ഹായ്, ദുർഗനെ കുറിച്ച് എല്ലാ ദിവസവും പറയാറുണ്ട്. എനിവേസ്, എന്റെ പേര് ജാനകി. ഡോക്ടർ ആണ് കേട്ടോ, പീഡിയാട്രീഷ്യനാ. ദുർഗയ്ക്ക് എന്നെ ജാനി വിളിക്കാം. ഓക്കെ, ശരി ജാനേച്ചി. ഞാൻ ഒന്ന് പരിചയപ്പെട്ടെ. ഹായ് ദുർഗ, എന്റെ പേര് ആത്മദക്ഷ. ദുർഗയ്ക്ക് എന്നെ അനു എന്ന് വിളിക്കാം കേട്ടോ. ഇപ്പോ ഞാനും ഇവളെപ്പോലെ ഡോക്ടറാണ്, ബട്ട് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും സെയിം ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ദുർഗ, ഇവർ രണ്ടുപേരും നമ്മുടെ ദേവ് ഇൻഡസ്ട്രീസിന്റെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കിക്ക് ഞാൻ കൂളി കഴിഞ്ഞ് വന്നിട്ട് പരിചയപ്പെടാട്ടോ. ആദ്യം മൊത്തം ഇതായിരിക്കില്ല, ഫ്രഷ് ആയിട്ട് വരാം. അല്ല, ഇവയും ആമി വന്നില്ല ഇത്ര നേരമായിട്ടും? അവർക്ക് ഇന്നെന്തോ എക്സാം നടക്കുവാണ് സ്കൂളിൽ. സോ ലേറ്റ് ആക്കും. അവരാ ഇൻവിജിലേറ്റേഴ്സ്. ആണോ? എന്നാ ശരി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് പിന്നെ കാണാം ദുർഗ. മാമി, ഇവിടുത്തെ കിളവനും അവൾ എവിടെ പോയി എന്നാ പറയുന്നത്? ഞാൻ കവല നിൽക്കുമ്പോൾ അറിഞ്ഞതാണല്ലോ. മോനെ, ആ കിളവനിക്ക് എന്തോ തെറാപ്പിയൊക്കെ ചെയ്താൽ എഴുന്നേച്ച് നടക്കാമെന്ന് പറ്റുമെന്ന് പറഞ്ഞു. സോ അവളും മാളുക്കുട്ടും കൂടി ഒരു റൂം എടുത്ത് താമസിക്കുകയാണ് ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. ഞാൻ ഒരുപാട് നിർബന്ധിച്ചു, മാസത്തിന് കാശ് അയച്ചാലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. എഴുന്നേച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതല്ലേ.
അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? ഏതാ ചേട്ടൻ നമുക്ക് നല്ലത് കുഴപ്പം വരുന്നത്? അങ്ങനെ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്റെയും ദുർഗയുടെയും വിവാഹം ഒരിക്കലും ഇല്ല. അമ്മ എന്തിനാ അവളെ വിടാൻ പോയത്? ഞാൻ ഒരുപാട് പറഞ്ഞിരുന്നു മോനെ, പക്ഷെ സമ്മതിക്കുന്നില്ല. എഴുന്നേച്ച് നടക്കണമെന്നാ പറയുന്നത്. പിടിച്ചു നിർത്തിക്കാൻ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്റെ കാര്യം കഷ്ടത്തിലാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാതിരുന്നത്. പിന്നെ നിനക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാലോ. ശരി, അവളിപ്പോ താമസിക്കുന്ന ഡീറ്റെയിൽസും മറ്റും പറഞ്ഞിരുന്നോ എവിടെയാണെന്നുള്ളത്? ആ പറഞ്ഞിരുന്നു, ഞാൻ തരാം മോനിക്ക്. താങ്ക്സ് ആന്റി. ഞാൻ ആന്റിക്കുള്ള പണം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ശരി എന്നാ. ശരി മോനെ, എത്ര ഉണ്ടാവും അത്? ആന്റിക്ക് വേണ്ട അനുസരിച്ച് അതിന്റെ അകത്തുണ്ട്. കേട്ടല്ലോ? ഇപ്പൊ എല്ലാരും പരിചയപ്പെട്ടല്ലോ. ഇനി എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ഓഫീസിൽ പോകണ്ടല്ലേ. മാളു, നീ എന്റെ റൂമിൽ കിടന്നാ മതി കേട്ടോ. നീ കിടത്തിക്കോ, നിന്റെ ഫ്രണ്ട് അല്ലേ. നമ്മളൊക്കെ ഇപ്പൊ പുറത്തായല്ലോ. ഇത് നിർത്തിക്കോട്ടോ. നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയാലും നിങ്ങൾ എല്ലാവരും എനിക്ക് എല്ലാമാണ്. യു ആർ മൈ ഓൾ. ഞാൻ ഈ ലൈഫ് ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കേട്ടല്ലോ? അതുകൊണ്ട് ആരും നീനൊന്നും പറയാൻ നിൽക്കരുത്. എനിക്ക് നല്ല വിഷമാവും. കേട്ടല്ലോ? എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നിൽക്കും. ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലേ. അപ്പത്തേക്കും ഞങ്ങളുടെ കള്ളിയങ്കാട്ടി നെല്ലി വിഷമിച്ചോ? കള്ളിയങ്കാട്ടി നെല്ലി നിങ്ങളുടെ അമ്മയമ്മ. പോയി കിടന്നുറങ്ങാൻ നോക്കാം എല്ലാത്തുങ്ങളും. എന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ കല്യാങ്കാട്ടി നിലയിൽ നിന്ന് വിളിച്ചപ്പോ നീ നല്ലോണം ബ്ലഷ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ കാര്യം? നിനക്കറിയാലോ ഞാൻ എന്തിനാ ബ്ലഷ് അടിച്ചതെന്ന്. ചോദിക്കാൻ എന്തിനാ? ഏതേ ചുമക്കുന്നുണ്ടോ? മനസ്സിലായി, ഇത് ചുമക്കുന്നത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. നീ എന്റെ മാത്രല്ലേ ശ്രീ? എന്റെ മാത്രം. അതെന്താ എന്റെ ദൈവത്തിന് ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? പറ, എന്താ പറ്റി? എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് പുറത്തു തരില്ല ശ്രീ. എന്റെ ദൈവത്തിനല്ലാതെ ആർക്കാ പുറത്തിടണ്ടേ? എന്താ പറ്റി? ഒന്നുമില്ല. ഓക്കെ, പോയി പോയി ഇങ്ങനെ സ്വപ്നം വരാൻ കാണാൻ തുടങ്ങിയോ? ഓ കൃഷ്ണ. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. സാർ വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. അത്ര ഞാൻ വിളിപ്പിച്ചത് ആ എഡ്ജ് ഉണ്ടോ? ആ എഡ്ജിലത്തെ റാക്കില് ഫിനാൻസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് അക്കൗണ്ട് ബുക്സ് ഉണ്ട്. സോ അത് എടുത്തതാ. 2023 കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട് അതിന്റെ ബേസിൽ. യെസ് സർ. കൃഷ്ണ, ഇതിന് ഞാൻ എങ്ങനെ ആ കാര്യം കണ്ടുപിടിക്കാനാ? ഇയാളുടെ വീട്ടിലെ സർവൻസ് ഇത്രയും വലിയ പണിയൊന്നും എടുക്കുന്നുണ്ടാവില്ലായിരിക്കും. എനിക്ക് വയ്യ കാലമോനെ. കാട്ടുപോത്ത് മഴക്കഴ. സാർ, ഞാൻ അക്കൗണ്ട് ബുക്ക് തപ്പായിരുന്നു. സാർ അതെവിടെ? അല്ല, എന്തിനാ നിർത്തിയത്? ബാക്കി കൂടെ പറ, ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. അത് സാർ ഒന്നുമില്ല, ഞാൻ ചുമ്മാ സാറിനെ കുറിച്ചല്ല. അന്നൊന്ന് പറ ദൂർക്ക, ഞാനും കൂടി കേക്കട്ടെ. ഇത്രയും നല്ല വാക്കുകളൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിയട്ടെ. പറ. ഞാനിപ്പോ തന്നെ താഴോട്ട് ഇടണോ അതോ പിടിച്ച് കയറ്റണോ? പിടിച്ച് കയറ്റണമെങ്കിൽ നീ എന്നോട് ചെയ്തത് എല്ലാത്തിനും എന്നോട് ഇപ്പൊ സോറി പറ. ഞാൻ സാറിനോട് ചെയ്തതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. അതിന് ഞാൻ സോറി പറയില്ല. ചെയ്യാത്ത കുറ്റീനെ ഒരിക്കലും സോറി പറയാറില്ല. എന്നാ ഓക്കെ. ആ നാളെ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണോടാ. ഇപ്പൊ നോക്കാം. അദ്വിക്, നീ ഫുഡ് കഴിച്ചായിരുന്നോ? ക്യാൻറ്റീനിൽ നിന്ന് വേഗം ഇറങ്ങുന്നത് കണ്ടായിരുന്നു. അത് പ്രിൻസിപ്പൾ വിളിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയതാ. സ്വാദ് എന്താ ചോദിച്ചേ? അതെനിക്കും തോന്നിയായിരുന്നു, അതുകൊണ്ട് ഞാൻ എനിക്ക് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. അദ്വിക് ഇത് കഴിച്ചോ? അയ്യോ, എനിക്ക് വേണ്ട സ്വാതി. താൻ കഴിച്ചോ? ഞാൻ കഴിച്ചത് അദ്വിക്. അദ്വിക് എന്നെ കഴിച്ചോളൂ. വാങ്ങിച്ചോടാ, രാത്രി ഒന്നും കഴിക്കാതിരിക്കുമല്ലേ. എടാ, നീ ഇത് കഴിച്ചോ, ഞാനിപ്പോ വരാം. ആ ചെല്ലി ചെല്ലി. എവിടെയാണ് ഇത്ര നേരം? എന്നാ കഴി. അല്ല, നിന്റെ സ്വാദം നിനക്കൊന്നും വാങ്ങിച്ചെന്നില്ലേ കഴിക്കാൻ? ആ ബിരിയാണിയൊക്കെ വാങ്ങിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ ഈ ഉണക്കപ്പെട്ട് കഴിച്ചില്ലെങ്കിലേ ശരിയാവത്തില്ല. ഉണക്കപ്പെട്ട് നിന്റെ കിറ്റുള്ളത് പോണാടുന്നു. തൽക്കാലം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോവാൻ പറ്റത്തുള്ളൂ. വെരി സോറി. അങ്ങനെ നീ ഇത് കഴിക്കണ്ട. ഓ, തുടങ്ങി രണ്ടിനും.
നിങ്ങൾക്കൊന്നും മതിയാവുള്ള പിള്ളേരെ. ഒരുത്തർ രാവിലെ തന്നെ എന്നുവെച്ചിട്ട് അദ്വൈക്കിനും കൂടി എടുത്തോന്ന് പറയുന്നു. ഒരുത്തനിക്ക് ഇപ്പൊ ഇവിടെ ജാട. ഞങ്ങൾ തല്ലി പിടിക്കുകയും ചെയ്യും, കൂടുകയും ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ ഒരു സ്വഭാവ രീതി അനുസരിച്ചിരിക്കും, അല്ലേ മോളെ? എന്റെ നോക്കിയിരിക്കുക, കഴിക്കേ. ദുർഗ, നീ ഇങ്ങനെ താഴെ വീണത്? നോക്കി കണ്ടൊക്കെ നടക്കണോന്ന് പറഞ്ഞല്ലേ? അത് പാർവച്ചി, ഞാൻ വേളിന്ന് അറിയാതെ കാല് തെന്നിയിട്ട് വീണതാ. ഇതാ പറഞ്ഞ് സൂക്ഷിച്ചൊക്കെ നടക്കണമെന്ന്. നിനക്ക് വല്ല നടുവേദന ഉണ്ടോ? നമുക്ക് പോയി കാണിക്കാം. എന്തേലും പറ്റിയിരുന്നല്ലോ, കയ്യോ കാലോ ഒടിഞ്ഞിരുന്നെങ്കിലോ? സൂക്ഷിച്ച് നടക്കിനിയെങ്കിലും. നിനക്ക് വയ്യേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ജസ്റ്റ് കാണിക്കാം. വല്ല ഉളുക്കോ നീരുവീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണിയാണല്ലോ. ഏയ് അത് സാരല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും പോയി വർക്ക് ചെയ്തോ, അപ്പൊ ഓക്കെ. ഓ, ഇതിന് മാത്രം യാദവ് സാറിനോട് എന്ത് തെറ്റാ എന്റെ പൊന്നു കൃഷ്ണൻ ഞാൻ ചെയ്തത്. ഇതുള്ള പണിയാക്കി ഇങ്ങനെയെങ്കിലും കിട്ടണേ. നീ എപ്പോ വന്നു? ഞാൻ കൊറേ നേരം ഈ വെഡി വന്നിരിക്കുന്നു. ഏട്ടൻ ഇങ്ങോട്ട് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്താ പറ്റി? ആലോചനകളാണല്ലോ. കുഴപ്പമൊന്നുമില്ല, ഐ ആം ഓൾറൈറ്റ്. മിസ്റ്റർ യാദവ്, നിങ്ങളൊരു സൈക്കോളജിസ്റ്റോടാണ് സംസാരിക്കുന്നത്. സത്യം പറയട്ടെ, എന്താ പറ്റി? ഞാനെന്ത് പ്രിപ്പയർ അത് ഏട്ടന് ഇത്തിരി മാത്രം വൈരാഗ്യം ആ കുട്ടിനോട് ഉണ്ടായിരുന്നു. എങ്ങനെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ആളൊന്ന് പോയി കാണാം. ആ വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഈ രാത്രി ഒന്നും പോകാൻ പറ്റില്ല പൃഥ്വി. എനിക്ക് ഞാൻ ചെയ്തതിൽ കുറ്റബോധമുണ്ട്, ബട്ട് ഈ രാത്രി പോകാൻ പറ്റത്തില്ല. അതിനിപ്പോ പാതിരാത്രി ഒന്നും ആയിട്ടില്ലല്ലോ, ജസ്റ്റ് 8 മണി ആയിട്ടുള്ളൂ. അവർ കിടന്നിട്ടുണ്ടാവില്ല. ഏട്ടൻ ഇങ്ങോട്ട് വാ, എനിക്കറിയാം അവിടെ ഉള്ളതെന്ന്. അത് വേണ്ട പൃഥ്വി, ഞാൻ നാളെ രാവിലെ അവളെ കണ്ടിട്ട് സംസാരിച്ചോളാം. ഇപ്പൊ എന്തായാലും പോകണ്ട, നീ പോയി ഫുഡ് കഴിക്കും. ആഹാ, ഏട്ടനെ വിളിക്കാൻ വന്നിട്ട് അനിയൻ ഇവിടെ ഇരിപ്പായോ? നിന്നോ പൃഥ്വി ഞാൻ നിന്നെ ഇങ്ങോട്ട് എന്തിനാ വിട്ടത്? യദുവിനെ വിളിച്ചിട്ട് വരാനല്ലേ? എന്നിട്ട് നീ എന്താ അവിടെ എടുക്കുന്നേ? ഇത് വാ, നമുക്ക് ഫുഡ് കഴിക്കാം. നീ ചെല്ല്, താഴെ ചെല്ല് പൃഥ്വി. എനിക്ക് വേണ്ട അമ്മ, ഞാൻ പിന്നെ കഴിച്ചോളാം, വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല യദു, നീ വന്നേ. അല്ലെങ്കിൽ തന്നെ നീ ഒന്നും കഴിക്കാണ്ട് മെലിഞ്ഞു വരിക. അപ്പോഴോ ഒന്നും കൂടി നീ വാ. വേണ്ടാന്ന് വെച്ചാ അമ്മ, പ്ലീസ്, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. എന്തോ നിന്റെ മനസ്സിൽ കിടന്ന് ഓടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് വേഗം തീർത്തിട്ട് വരാൻ നോക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒന്നും നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കാൻ നിൽക്കരുത്. ഞാൻ സെർവൻസിന്റെ കയ്യിൽ ജ്യൂസ് കൊടുത്തിടാം. ശരി, റെസ്റ്റ് എടുക്കും മോൻ. ഐ എം സോറി, ഞാൻ ആ ദേഷ്യത്തിന് ചെയ്തു പോയതാ. തനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. വേദന ഉണ്ടെങ്കിൽ ഇത് തേച്ചാൽ മതി, വേദന മാറും. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ദേവേട്ടാ, ഇത് കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേക്കാട് നിങ്ങളെ തരട്ടേനെ. ഇവിടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഹൃദയത്തിന്റെ അകത്ത് സ്നേഹമുണ്ട്. അത് എന്തിന്റെ പേരിലാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് എന്ന് തന്നെ ആയാലും പുറത്തിങ്ങനെ ഒരിക്കലും ദേഷ്യം കാണിച്ച് നടക്കരുത്. ദേവേട്ടാ, ഇത് കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേക്കാട് നിങ്ങളെ തരട്ടേനെ. ഇവിടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഹൃദയത്തിന്റെ അകത്ത് സ്നേഹമുണ്ട്. അത് എന്തിന്റെ പേരിലാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് എന്ന് തന്നെ ആയാലും പുറത്തിങ്ങനെ ഒരിക്കലും ദേഷ്യം കാണിച്ച് നടക്കരുത്. നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട് ദേവേട്ട. അത് പക്ഷെ നിങ്ങൾ മുഖംമൂടിയിട്ട് മറച്ചു വെക്കുകയാണ്. ദേഷ്യത്തിന്റെ കപട മുഖംമൂടി. അത് നിങ്ങളെ കൊണ്ട് ഞാൻ തുറപ്പിക്കും. അതിനുള്ള റീസൺസ് എന്താന്ന് കണ്ടുപിടിച്ച് ഞാൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഏതോട്ടെ ഞങ്ങളെ ദുർഗനെ കാണാൻ വേണ്ടി പോയായിരുന്നു അല്ലേ? ഞാൻ പോയായിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. സുന്ദരിയായിട്ടുണ്ടല്ലോ, അടിപൊളി സെറ്റ്, നല്ല കളർ ഇട്ടോ. വൈറ്റ് നിനക്ക് നന്നായിട്ട് ഷെയ്ഡ്. താങ്ക് യു. പക്ഷെ വൈറ്റ് ഇട്ടതുകൊണ്ടല്ലടാ ഇത് ഇനി കറയൊന്നും ആകാണ്ട് സൂക്ഷിക്കണം. ദാറ്റ്സ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. എന്നാ അമ്പലത്തിൽ പോയിട്ട് വേഗം വാട്ടോ.
നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫീസിൽ പോകണ്ടല്ലേ, ലേറ്റ് ആക്കണ്ട. എന്റെ ദൈവം, എന്റെ വെള്ള ചുരിദാർ കാലമാണ്. സോ സോറി. ഡ്രസ്സിലൊക്കെ ഇപ്പൊ ചെളിയാലോ ചേച്ചി. അതേ കാറ് കൊണ്ടുവന്നപ്പോ റിയലി സോറി. തനിക്കൊന്ന് പയ്യെ പോയിക്കൂടെ? ദേഹത്ത് ഫുള്ള് ചെളിയായി. സോറി. കുട്ടിക്ക് ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ ഞാൻ ആക്കി തരാം. ഈ വശത്തിൽ പോണ്ട.